എല്ലാവർക്കും നമസ്കാരം. പലപ്പോഴും വീട്ടിൽ നിന്ന് പലരും ചെയ്യുന്ന തെറ്റായ കാര്യങ്ങൾ പൈൽസ്, ഫിഷർ പോലെയുള്ള അസുഖങ്ങളിലേക്ക് നയിക്കാറുണ്ട്. കുറേ കാലം ഡയറ്റും കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടും ഇത് വിട്ടുമാറാത്ത ഒരുപാട് പേഷ്യൻസ് എൻ്റെ അടുത്ത് വരാറുണ്ട്. ഇതിനെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ചില ടിപ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതുപോലെ തന്നെ ഒരുപാട് കാലങ്ങളായി മരുന്നുകൾ കഴിച്ചിട്ടും ഓപ്പറേഷൻ ചെയ്തിട്ടും ഇത് വീണ്ടും നിങ്ങൾക്ക് വരുന്നുണ്ടോ? എന്നാൽ ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഭക്ഷണത്തിലൊന്ന് ഉൾപ്പെടുത്തി നോക്കൂ. ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത്തരം അസുഖങ്ങളായിട്ടുള്ള പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല പോലെയുള്ള അസുഖങ്ങളിൽ നിന്നും നമുക്ക് കരകയറാൻ പറ്റും. ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല ഇത് ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പുറത്ത് പറയാൻ മടിക്കുന്ന ഒരു അസുഖമാണ് അല്ലേ? നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും യൂട്യൂബിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വീഡിയോകൾ അവൈലബിൾ ആണ്. ഇത് ആരും പുറത്ത് പറയാൻ മടിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് സെർച്ച് ചെയ്ത് ഇത് എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടാകും. നമ്മൾ തന്നെ ഒരുപാട് തവണ തന്നെ ഡിഫറൻസ് എന്താണെന്നുള്ളത് വീഡിയോകളായിട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പൈൽസ് എന്ന് പറയുന്നത് നമ്മുടെ മലദ്വാരത്തിൻ്റെ ചുറ്റുമുള്ള ഞരമ്പുകൾ തടിക്കുന്നത് തന്നെയാണ്. ഫിഷർ എന്ന് പറയുന്നതോ അവിടെ ഉണ്ടാകുന്ന ചെറിയ ക്രാക്കുകളും. ഈ പൈൽസ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം എത്രക്കാർക്കാണ് വരുന്നത് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പേഷ്യൻസ് തന്നെ പറയാറുണ്ട്, ഞാൻ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളാണ്, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇരുത്തം പലപ്പോഴും മലബന്ധത്തിലേക്ക് നയിക്കാറുണ്ട്, ഇതിനെ തുടർന്നിട്ടാണ് എനിക്ക് ബ്ലീഡിങ് കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ളതും, അതുപോലെ തന്നെ ജീവിതശൈലിയിലും ഭക്ഷണത്തിലും ഉണ്ടാക്കുന്ന ചേഞ്ചസ് വരെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. പേഷ്യൻസ് നമ്മളടുത്ത് ഇങ്ങോട്ട് വന്ന് തന്നെ പറയാറുണ്ട്. അപ്പോൾ പലർക്കുള്ള തെറ്റായിട്ടുള്ള ധാരണയാണ് ഇത് ഞരമ്പുകൾ തടിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതും, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പൈൽസ് വിട്ടുമാറാതെ നമുക്ക് ലൈഫ് സ്റ്റൈലായിട്ട് വരുന്നത് എന്നുള്ളതും. ഇതിൻ്റെ ബാക്കി പാർട്ടുകൾ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്നത് തന്നെയാണ്. ചിക്കൻ പോലെയുള്ള ഭക്ഷണങ്ങൾ, കോഴിമുട്ട പോലെയുള്ള ഭക്ഷണങ്ങളൊക്കെയാണ് ഇതിൽ കൂട്ടുന്നത് എന്നുള്ളത്. എന്നാൽ നിങ്ങൾ അറിയാത്ത കുറച്ച് കാര്യങ്ങൾ കൂടെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സ് തുറന്നൊരു പേഷ്യൻ്റ് സംസാരിക്കുമ്പോഴായിരിക്കും നമുക്കതിന് കൂടുതൽ കാര്യങ്ങൾ എന്താണെന്നുള്ളത് അറിയാൻ കഴിയാറുള്ളത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ ഒരു ബലൂണിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. സപ്പോസ് ആ ബലൂണിൻ്റെ അതേ സ്ട്രക്ചറാണ് അല്ലെങ്കിൽ അതേ ഒരു പ്രകൃതമാണ് നമ്മുടെ ബ്ലഡ് വെസൽസിന്, രക്തക്കുഴലുകൾക്കും ഉള്ളത്. ഈ വെള്ളം നിറച്ചിരിക്കുന്ന ബലൂണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പുറത്തെ ഭാഗം ബൾജ് ചെയ്ത് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇതുപോലെ തന്നെയാണ് നമ്മുടെ മലദ്വാരത്തിലുള്ള രക്തക്കുഴലുകളുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇരുത്തം വരുന്ന സ്ഥലമൊക്കെ ആവുന്ന സമയത്ത് ഇവിടെ നിന്ന് നമ്മൾ പ്രഷർ കൊടുക്കുകയാണ്. നമ്മുടെ ബ്ലഡ് വെസൽസിൽ പ്രഷർ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ബൾജ് ചെയ്ത് വരുന്നൊരു കണ്ടീഷനാണ് പൈൽസിന് സംഭവിക്കുന്നത്. അതുപോലെ തന്നെയാണ് മലബന്ധം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ഫോഴ്സ് ചെയ്ത് മോഷൻ പോകാൻ ശ്രമിക്കുന്ന സമയത്തും ഈ രക്തക്കുഴലുകളിൽ പ്രഷർ ഉണ്ടാകും. നമ്മുടെ രക്തക്കുഴലുകൾക്ക് ഒരു ഇലാസ്റ്റിസിറ്റി ഉണ്ടായത് കൊണ്ട് തന്നെ മറ്റേ ഭാഗം ഓട്ടോമാറ്റിക്കലി ബൾജ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെയാണ് പലപ്പോഴും ഇത് പൈൽസിലേക്ക് നയിക്കാറുള്ളത്. ഇത്തരത്തിൽ വീർക്കുന്ന, ഞാൻ എക്സാമ്പിളായിട്ട് പറയുകയാണ്, ഈ ബലൂണ് നിങ്ങൾ വീർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പ്രഷർ ഇവിടെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്ന് പൊട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ വെള്ളം പുറത്തു പോവും. ഇതുപോലെ തന്നെയാണ് ബ്ലീഡിങ്, പൈൽസുമായി ബന്ധപ്പെട്ടിട്ട് ബ്ലീഡിങ് ഉണ്ടാവുന്നതും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ കൂടുതലായിട്ട് മലം പോകുന്ന സമയത്ത് പ്രഷർ വരികയും ഇതിനെ തുടർന്ന് ബ്ലഡ് വെസൽസ് പൊട്ടുന്നതുമായിട്ട് സംഭവിക്കാറുണ്ട്. ഇത്തരത്തിലാണ് നമ്മുടെ ബ്ലീഡിങ്, പൈൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബ്ലീഡിങ്ങും കൂടെ വരുന്നത്. അതുപോലെ തന്നെ ഫിഷറുമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എലാസ്റ്റിസിറ്റി പോലെയാണ് നമ്മുടെ ആനൽ ഏരിയയിൽ മലദ്വാരത്തിൻ്റെ മസിൽസ് വരുന്നത്. ഇത് മോഷൻ പോവാതെ വരുന്ന സമയത്ത് നമ്മൾ റബ്ബർ ബാൻഡ് ടൈറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൊട്ടാറില്ലേ? അതേ സെയിം കണ്ടീഷൻ തന്നെയാണ് നമ്മുടെ ഫിഷർ വരുന്ന സമയത്ത് നമ്മുടെ മലദ്വാരത്തിൽ ടൈറ്റായിട്ട് അതിൻ്റെ സൈഡുള്ള ചെറിയ ക്രാക്കുകൾ വന്ന് ചെറുതായിട്ട് പൊട്ടുന്നതാണ് ഫിഷറിന് സംഭവിക്കുന്നത്. ഇത്തരത്തിൽ ഉണ്ടാവുമ്പോഴാണ് അസഹ്യമായിട്ടുള്ള വേദനയും കാര്യങ്ങളും അതിനെ തുടർന്ന് മലത്തിൽ ചെറിയ ബ്ലീഡിങ്ങും കാണപ്പെടാറുള്ളത്. പേഷ്യൻസ് നമ്മളടുത്ത് വരുന്നത് വളരെ വേദനാജനകമായിട്ടായിരിക്കും. എസ്പെഷ്യലി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളൊക്കെ സംബന്ധിച്ചിടത്തോളം ആണ് ഇത്തരത്തിൽ ബുദ്ധിമുട്ട് വരിക. 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും പലപ്പോഴും മോഷൻ പോകുന്നുണ്ടായിരിക്കുക. മിക്കവാറും അത് ടൈറ്റായി
മുട്ട് വരാനുള്ള ചാൻസും കൂടുതലാണ്. ഇതിനെ തുടർന്ന് ബ്ലീഡിങ് ഉണ്ടാവും, അല്ലെങ്കിൽ മലം ടൈറ്റ് ആവും, മോഷൻ പോകുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുമുണ്ട്. പിന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ജനറലി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ ഫൈബർ കണ്ടന്റ് ഉള്ള ഫുഡുകൾ കഴിക്കുക എന്നുള്ളതും ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളതും. എന്നാൽ പല പേഷ്യൻസും നമ്മളടുത്ത് തുറന്ന് പറയാൻ, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മെഡിസിൻ കൊടുത്തിട്ടും അവർക്കൊരു മാറ്റം ഉണ്ടായിരിക്കും. പിന്നെയും അത് റീഒക്കർ ചെയ്യാനുള്ളൊരു കാരണമായിട്ട് എനിക്ക് OPയിൽ പലപ്പോഴും കാണാറുള്ളത് ആനൽ ഇൻ്റർകോഴ്സ് വരുന്ന കണ്ടീഷൻസിലാണ്. അതായത് മലദ്വാരത്തിൽ കൂടെ സെക്സ് ചെയ്യുന്ന കണ്ടീഷൻ ഉണ്ടാവുന്ന സമയത്തും ഇത്തരത്തിൽ ഫിഷർ എന്നുള്ള അസുഖം വളരെ വ്യാപകമായിട്ട് കാണാറുണ്ട്. പല വീഡിയോകളും കണ്ട് അതിൽ നിന്നും നിങ്ങൾ ഒരിക്കലും അങ്ങനെ അത്തരത്തിൽ ആനൽ സെക്സ് ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഭാവി അല്ലെങ്കിൽ അതിനെ തുടർന്ന് ഉണ്ടാവുന്നതാണ് പൈൽസ്, ഫിഷർ പോലെയുള്ള അസുഖങ്ങളും. അതുകൊണ്ട് തന്നെയാണ് ഒട്ടുമിക്കവരും ഇത് വിചാരിക്കുന്നത് ഞാൻ എന്തോ തെറ്റായ രീതിയിൽ പോയത് കൊണ്ടാണ് പൈൽസും ഫിഷറും വന്നത് എന്നുള്ളതും. ഇത് തുറന്നു പറയാൻ മടിക്കുന്നതുമൊക്കെ ഞാൻ പേഷ്യൻസിന് വളരെ കോമൺ ആയിട്ട് കാണാറുള്ളതാണ്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. എല്ലായ്പ്പോഴും അത് തന്നെ ആവണം കാരണം എന്നില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും വരാം. അപ്പോൾ ആനൽ സെക്സിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ട ഒന്നാണ്. കാരണം ഇത്തരത്തിലുള്ള അസുഖങ്ങൾ നിങ്ങൾ വിളിച്ചു വരുത്തുന്നത് കാരണമാക്കാറുണ്ട്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഏതൊരു രോഗിക്കും നമുക്ക് അസുഖം ശാശ്വതമാക്കി ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ നിങ്ങൾ പറയാൻ മടിക്കാതെ മറച്ചു വെക്കുകയല്ല ചെയ്യേണ്ടത്. തുറന്നൊരു ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്ത് അതിന് വേണ്ട പരിഹാരം ചെയ്യുകയാണ് വേണ്ടത്. ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ വായഭാഗം പോലെ തന്നെയാണ് നമ്മൾ ഈ ആനൽ ഏരിയ, മലദ്വാരത്തിൻ്റെ പോർഷനും കണക്കാക്കുന്നത്. കാരണം നമ്മളെല്ലാതും ഇത് കോമൺ ആയിട്ട് പഠിച്ചു വരുന്നത് വഴി അവർക്ക് യാതൊരുവിധ ഒരു ഡിഫറൻസ്, അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ ഡിഫറൻസ് ഒന്നും ഇതിന് തുടർന്ന് ഇല്ല. കാരണം ഒരു രോഗി അതിനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, കൈ, കാല് പോലെയൊക്കെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ ബോഡി അവയവങ്ങളും വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിന് പ്രൈമറി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും വെച്ചോണ്ടിരിക്കാതിരിക്കുക. അതിന് യഥാവിധി ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ് വേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പലപ്പോഴും ഇത് പല ഓപ്പറേഷൻ കാര്യങ്ങൾക്കും പോവേണ്ടി വരിക. അല്ലെങ്കിൽ ഒരു സെക്കൻഡറി അല്ലെങ്കിൽ ടേഴ്സറി സ്റ്റേജ്, 3rd ഡിഗ്രി അല്ലെങ്കിൽ 4th ഡിഗ്രി ഹെമറോയിഡ്സ് ഒക്കെ വന്ന് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ കാരണമാകാറുള്ളത്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഈ പൈൽസ്, ഫിഷർ പോലെയുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ കൂടി ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് പുറത്ത് പറയാനുള്ള പേടി. ഒരു കണക്കിന് നമ്മൾ ഉണ്ടാക്കുന്ന ടെൻഷനും മാനസിക പിരിമുറുക്കം വരെ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇത് നിങ്ങൾ മനസ്സിലുള്ളിൽ പിടിച്ച് നടന്ന് അത് പൊതുവെ ടെൻഷനായി മാറും. ആ ടെൻഷൻ നമ്മുടെ ഈ അസുഖം കൂട്ടുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇത് തുറന്ന് പറഞ്ഞ് യഥാവിധി ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യേണ്ടത്. പിന്നെ പലർക്കുമുള്ള ഡൗട്ടാണ് ഇത്തരത്തിൽ ഫിഷറും പൈൽസും ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനൊരു പരിഹാരമായിട്ട് ജനറലി നാട്ടിലുള്ളൊരു കേട്ടുകേൾവിയാണ് താറാവ് മുട്ട. കോഴിമുട്ടയ്ക്ക് പകരം താറാവ് മുട്ട കഴിക്കാറുണ്ട്, ഇതുകൊണ്ട് ഇത് ഓക്കെ ആവും എന്നുള്ളത്. അത് ഒരു മെഡിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യമല്ല, മെഡിക്കലി തെളിയിച്ച കാര്യമല്ല. താറാവ് മുട്ടയും കോഴിമുട്ടയൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ്. താറാവ് മുട്ട കഴിച്ചതുകൊണ്ട് പൈൽസ് വരാതിരിക്കുക അല്ലെങ്കിൽ ഫിഷർ വരാതിരിക്കുക ചെയ്യില്ല. അങ്ങനെ ഉള്ളൊരു തെറ്റായ ധാരണ നിങ്ങൾ ആദ്യം ഒഴിവാക്കേണ്ടത് ഒന്നാണ്. നന്നായിട്ട് വെള്ളം കുടിക്കുക, നന്നായിട്ട് ഫൈബർ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇരുത്തം ഒഴിവാക്കുക. ഇരുത്തം ഞാൻ പറയാൻ കാരണം നേരത്തെ ഈ പറഞ്ഞ എക്സാമ്പിളാണ്. ഈ ബൾജിങ് വരികയും അതിനെ തുടർന്ന് ബ്ലീഡിങ്ങും പൊട്ടി അതിന് ബ്ലീഡിങ്ങും കാരണങ്ങളൊക്കെ ഉണ്ടാവാനുള്ള കാര്യം അവിടെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തുടർച്ചയായിട്ടുള്ള ഇരുത്തം കാര്യങ്ങൾ ഒഴിവാക്കുക. ടൈറ്റായിട്ടുള്ള ക്ലോത്തിങ്, ജീൻസൊക്കെ പോലെയുള്ള ചൂട്, നമ്മുടെ ബട്ടക്സിൻ്റെ ഏരിയയിലോട് കൂടുതൽ ചൂട് നിൽക്കുന്ന വസ്ത്രങ്ങളും ടൈറ്റായിട്ടുള്ള വസ്ത്രധാരണവും മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഒഴിവാക്കേണ്ടതെന്ന് എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിന് മിക്കവാറും പറയാറുള്ളത്, നമ്മൾ ഹിസ്റ്ററി എടുക്കും, അതിനെ തുടർന്നിട്ട് ചിക്കനും മുട്ടയും ഒക്കെ എങ്ങനെയാണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ അവർ നേരെ ഇങ്ങോട്ട് തിരിച്ച് പറയുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിയും കോഴിമുട്ടയൊക്കെ തൊട്ടിട്ട് ഞാൻ കാലങ്ങളായിട്ടുണ്ട്, പക്ഷെ എനിക്കിത് മാറി കിട്ടുന്നില്ല, ഒരുപാടായി ഞാനിതിന് പുറകെ നടക്കുന്നു എന്നുള്ളത്. നിങ്ങളിതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് അല്ലെങ്കിൽ സമ്മറി അവസാനം എന്താ വേണ്ടത്, മോഷൻ ഫ്രീ ആയിട്ട് പോവുക എന്നുള്ളതാണ്. നമ്മുടെ ബോഡിക്ക് കുറച്ച് ഫാറ്റും കൂടെ ചെന്ന് കഴിഞ്ഞാൽ ഈ മോഷൻ ഫ്രീ ആയിട്ട് പോകാൻ നമുക്ക് ഹെൽപ്ഫുൾ ആവും. അതായത് ടൈറ്റ് ആയിട്ടുള്ള ഒരു സാധനത്തിന് നമ്മൾ ഒന്ന് ഓയിലോ അല്ലെങ്കിൽ ഒന്ന് ഗ്രീസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്രിക്ഷൻ കുറഞ്ഞൊന്ന് ഫ്രീ ആയിട്ട് പോകുന്നത് നമുക്ക്
മനസ്സിലാവുന്ന കാര്യമല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ നല്ല ഫാറ്റുകൾ, അതായത് വെണ്ണ ഉപയോഗിക്കാം, നെയ്യ് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ചീസ് ഉപയോഗിക്കാം, എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം, ഒലീവ് ഓയിൽ ഉപയോഗിക്കാം. ഇതൊക്കെ നല്ല ഫാറ്റ് അടങ്ങിയിട്ടുള്ളതാണ്. ഇത് കഴിക്കുന്നത് വഴി നമ്മുടെ ബൈൽ പ്രൊഡക്ഷൻ കൂടുകയും അതിനെ തുടർന്ന് മോഷൻ ഫ്രീ ആവാനും, നല്ല ഫാറ്റ് കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ മോഷൻ ഫ്രീ ആയിട്ട് പോകാൻ, മലം ഫ്രീ ആയിട്ട് പോകാൻ ഹെൽപ്ഫുള്ളും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളും കൂടെ ഒന്ന് 2 ആഴ്ചയോ അല്ലെങ്കിൽ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് നോക്കൂ ഭക്ഷണത്തിൽ. വേറെ യാതൊരുവിധ മെഡിക്കൽ കണ്ടീഷൻ, വേറെ മെഡിസിൻസിനൊന്നും എടുക്കുന്നില്ല, നിങ്ങൾക്ക് ഇത് മാത്രമൊക്കെയാണ് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഈ ഭക്ഷണങ്ങളും കൂടെ നിങ്ങളൊന്ന് ഉൾപ്പെടുത്തിയിട്ടൊന്ന് ഉപയോഗിച്ച് നോക്കൂ. കുറവില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മെഡിസിൻസ് എടുത്താൽ മതിയാകും. അല്ലാതെ ഇതിന് ജീവിതകാലം ഫുള്ള് മെഡിസിൻ എടുക്കണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട് പേഷ്യൻസിൻ്റെ അടുത്ത് നിന്ന്. അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ഈ ചില ചേഞ്ചസ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത് കംപ്ലീറ്റ് ആക്കി മാറ്റിയെടുക്കാവുന്നതാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, സർജറിക്ക് പല പേഷ്യൻസും പോവാറുണ്ട്. സർജറി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിന് റീഒക്കറൻസിന് വീണ്ടും ഉണ്ടാവാനുള്ള ചാൻസ് വളരെ വലുതാണ്. 100% അല്ലെങ്കിൽ ഒരു 80% എബോവ് നമുക്കത് വീണ്ടും റീഒക്കർ ചെയ്യുന്നതിന് പ്രധാന കാരണം എന്താണ്? ഈ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. അതുകൊണ്ട് തന്നെ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണത്തിൽ പ്രോബയോട്ടിക് ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് പുളിപ്പിച്ച ഭക്ഷണങ്ങൾ, അതിൽ പുളിയില്ലാത്ത തൈര് വളരെ നല്ലൊരു പ്രോബയോട്ടിക് ആണ്. അതുപോലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് കഴിക്കുന്ന ഭക്ഷണങ്ങളും, വെള്ളപ്പം, ദോശ, ഇതൊക്കെ ഒന്ന് പുളിപ്പിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങളാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ തന്നെ അധികം പ്രിസർവേറ്റീവ്സ് ഉപയോഗിക്കാത്ത അച്ചാറുകളും ഈ പ്രോബയോട്ടിക്കിൽ പെടുന്നതാണ്. ഇതിലൊക്കെ നല്ല ബാക്ടീരിയൽ കൾച്ചർ ഉണ്ടായതുകൊണ്ട് തന്നെ ഭക്ഷണം പെട്ടെന്ന് ദഹിക്കാനും മോഷൻ ക്ലിയർ ആവാനും ഹെൽപ്ഫുള്ളാണ്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഉൾപ്പെടുത്തേണ്ട മറ്റൊന്നാണ് പ്രീബയോട്ടിക് എന്ന് പറയുന്നത്. അതായത് ഈ ബാക്ടീരിയകൾക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണത്തിനെയാണ് നമ്മൾ പ്രീബയോട്ടിക് എന്ന് പറയുന്നത്. പ്രീബയോട്ടിക് എന്ന് പറയുന്ന സമയത്ത് നമുക്കതിൽ ഉൾപ്പെടുത്താവുന്നത്, എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വഴുവഴുപ്പുള്ള കൂടുതൽ ഭക്ഷണങ്ങൾ, അതായത് വെണ്ടയ്ക്ക, വഴുതനങ്ങ, ഇതിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഒരു വഴുവഴുപ്പ്? ഇത്തരത്തിൽ വഴുവഴുപ്പുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുന്നത് വഴി നമ്മുടെ മോഷൻ ഒന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒന്നാണ്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രൂട്ട്സ് കാര്യങ്ങൾ കഴിക്കുമ്പോഴാണ്. ഫൈബർ കണ്ടന്റ് ഉള്ള ഫ്രൂട്ട് നമ്മൾ പലപ്പോഴും ജ്യൂസ് ആക്കി കഴിക്കരുത് എന്ന് പറയുന്നത് കേൾക്കാറുണ്ട്. അതിൻ്റെ കാരണം ഫൈബർ പോവും എന്നുള്ളത് ഉദ്ദേശിച്ചിട്ടാണ്. പക്ഷേ നിങ്ങൾക്ക് ജ്യൂസ് ആക്കിയിട്ട് കഴിക്കാം. അതെങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അരിക്കരുത്. അതായത് ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ അതിൻ്റെ ചണ്ടി അരിച്ച് കളയുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ അങ്ങനെ ചെയ്യാതെ ആ ചണ്ടിയോടുകൂടെ നിങ്ങൾ ജ്യൂസാക്കി കഴിച്ചോളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യാതൊരുവിധ കുഴപ്പവും ഉണ്ടാവുന്നില്ല. പക്ഷേ പച്ചക്കറികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മിക്കവാറും റോ ആയിട്ട് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പലപ്പോഴും ഈ പച്ചക്കറികൾ കൂടുതൽ ഒരുമിച്ച് ജ്യൂസ് അടിച്ച് കഴിക്കുന്നത് പലപ്പോഴും പല കിഡ്നി പ്രോബ്ലംസിന് കാരണമാകാറുണ്ട്. അതിന് പകരമായിട്ട് ഡെയിലി ഒരു പച്ചക്കറി മാത്രം കഴിക്കാതെ ഡിഫറെൻ്റ് ആയിട്ട് ഓരോ ആഴ്ചയും ഓരോരോ പച്ചക്കറികൾ സാലഡായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്, ഒരു പിടി കറിവേപ്പിൻ്റെ ഇല എടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് ഗ്രൈൻഡ് ചെയ്യുക. ഈ ഗ്രൈൻഡ് ചെയ്ത് അരയ്ക്കല്ല, നന്നായിട്ടൊന്ന് അമ്മിയിലോ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് കഴിക്കുന്നത്, രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് മോഷൻ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾക്ക് ഇത് ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ തന്നെ നമുക്കിതിനെ കംപ്ലീറ്റ് ആക്കി മാറ്റിയെടുക്കാവുന്നതാണ്. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം മെഡിസിൻസ് കാര്യങ്ങൾ എടുത്ത് നമുക്കത് ക്ലിയർ ആക്കി മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. നമുക്കിവിടെ ഹോസ്പിറ്റലിൽ അതിന് വളരെ ഫലവത്തായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ലഭ്യമാണ്. ഓരോ വ്യക്തിയുടെയും കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അവർക്ക് വേണ്ട ഡയറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. എന്തായിരുന്നു അല്ലെങ്കിൽ എന്താണ് അവരുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടാക്കേണ്ട ചേഞ്ചസ്, അല്ലെങ്കിൽ എത്തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്. ചിലർക്ക് ചില ഭക്ഷണങ്ങളൊന്നും കഴിച്ചു കഴിഞ്ഞാലും പേഷ്യൻസ് നമ്മളടുത്ത് വന്ന് പറയാറുള്ളത് ആണ്, ചിക്കൻ ഒഴിവാക്കി, മുട്ട ഒഴിവാക്കി, അല്ലെങ്കിൽ ഫൈബർ കഴിച്ചു എന്നിട്ടും എനിക്കൊരു മാറ്റവും ഇല്ല, അതല്ല ഈ പൈൽസ് ഫിഷർ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ എനിക്കിപ്പോഴും പെർസിസ്റ്റൻ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് പേഷ്യൻസ് വന്ന് പറയാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എക്സാക്റ്റ് ഡയറ്റ് കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും നമ്മൾ മെഡിസിൻസ് കൊടുക്കുന്നുണ്ടായിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ മെഡിസിൻസ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ
ജർമ്മനിയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള പൊട്ടൻറ്റൈസ്ഡ് ആയിട്ടുള്ള ഹോമിയോ മെഡിസിൻസ് ആണ്. അതുകൊണ്ട് തന്നെ യാതൊരുവിധ പാർശ്വഫലങ്ങളോ കാര്യങ്ങളോ ഇല്ലാതെ നമുക്ക് ഈ പൈൽസ്, ഫിഷർ പോലെയുള്ള അസുഖങ്ങൾ കുറച്ച് കാലത്തെ ട്രീറ്റ്മെൻറ്റ് തന്നെ കംപ്ലീറ്റ് ആക്കി മാറ്റിയെടുക്കാവുന്ന അസുഖവുമാണ്. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യത്തിനോ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.